ഇടുക്കി മൂന്നാറിൽ ഊബർ ടാക്സി ഡ്രൈവറെ തടഞ്ഞു. പ്രാദേശിക ഡ്രൈവർമാരാണ് ഊബർ ടാക്സി ഡ്രൈവറെ തടഞ്ഞു വച്ചിരിക്കുന്നത്. മൂന്നാറിൽ മാസങ്ങളായിട്ട് ഈ ഒരു സംഘർഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ ഇടപെട്ട് പ്രവർത്തിച്ച് അതിന് ഒരു പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഇപ്പോഴും അതിന് പരിഹാരമുണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇരുകൂട്ടരും തമ്മിലുള്ള തർക്കം അവിടെ പതിവാണ്. മൂന്നാറിൽ ഊബർ ടാക്സി ഡ്രൈവറെ തടഞ്ഞിരിക്കുന്നു. തങ്ങൾക്ക് കിട്ടേണ്ട ഓട്ടങ്ങൾ ഊബർ ടാക്സി ഡ്രൈവർമാർ തട്ടിയെടുക്കുന്നു അനധികൃതമായിട്ട് എന്നുള്ള പരാതി ഒരു ഭാഗത്ത് പ്രാദേശിക ഡ്രൈവർമാർക്കുണ്ട്. അതേസമയത്ത് അങ്ങനെയല്ല, ഊബർ ടാക്സി ഡ്രൈവർമാർ കൃത്യമായിട്ട് അവരുടെ ചട്ടങ്ങൾ പാലിച്ചാണ് ചെയ്യുന്നതെന്ന് അവരും പറയുന്നു. തടഞ്ഞു വെച്ചിരിക്കുന്നു, ഊബർ ടാക്സി ഡ്രൈവറെ തടഞ്ഞു വെച്ചു എന്നുള്ള പരാതി വന്നിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ കാണാം, സംഭാഷണങ്ങൾ കേൾക്കാം. അതിനുശേഷം ബിനീഷ് ആന്റണി ചേരും. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. നിങ്ങൾ എന്തിനാ ഇത് പ്ലീസ് കോൾ ദി പോലീസ്. ഇല്ല അല്ല, പോലീസ് പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഞങ്ങളോട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വിത്ത് പ്രൂഫ്. അതുകൊണ്ടാണ് ആയിക്കോട്ടെ, ഞാൻ വീഡിയോ എടുക്കാം. ഒന്നും ചെയ്യാൻ എന്തെങ്കിലും കംപ്ലൈന്റ് നിങ്ങൾ കരിയല്ലോ ട്രിപ്പ് എടുക്കാൻ തന്നെ. ഏത് എവിടെ ട്രിപ്പ് എടുക്കാൻ പറ്റുമോ? നിങ്ങൾ എവിടെ വീട്? എവിടെ വേണമെങ്കിലും ട്രിപ്പ് എടുക്കാം. എവിടെ എടുക്കാൻ ഓർഡർ ഉണ്ടോ? പിന്നെ ഓർഡറിലായിട്ട് പിന്നെ ഓർഡർ ചെയ്തിടും. ഓർഡർ എടുക്ക്. ചേട്ടാ, എനിക്കും ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. നിങ്ങൾ കൊച്ചിയിൽ കൊച്ചിയിൽ ഇങ്ങോട്ട് ഞങ്ങൾക്ക് സ്റ്റാൻഡ് വേണ്ട. ഊബറിന് 24 രാജ്യങ്ങളിൽ ഊബർ ഉണ്ട്. എവിടെ ഉണ്ട്? അത് നിങ്ങൾ നാട്ടിലേക്ക് ഓടിച്ചു. എന്റെ നാട് ഇന്ത്യയുടെ മുഖത്ത് എവിടെ വേണമെങ്കിലും കാണിച്ചോ. ആയിക്കോട്ടെ, ചേട്ടനോണൊക്കെ വെച്ചിട്ടില്ലേ? ചേട്ടനോണൊക്കെ വെച്ചിട്ടില്ലേ? ചേട്ടാ, എനിക്കുണ്ട് ഫാമിലി, എനിക്കുണ്ട് കുടുംബം. അത് നിങ്ങൾ നാട്ടിൽ ഓടിച്ചു വന്നേ. വിളിക്കേണ്ട ആവശ്യമില്ല. എന്നാ അവരോട് പമ്പിന്റെ എന്തേ നോക്കട്ടെ. ആയിക്കോട്ടെ, ഇവിടെ സ്റ്റാൻഡ് ടാക്സി ഡ്രൈവർ കൊടുത്തോ. ആയിക്കോട്ടെ, നീ എടുത്ത് കൊടുത്തോ, കുഴപ്പമില്ല. എടുത്ത് കൊടുത്തോ. കുഴപ്പമില്ല. Get in the car. Get in the car. Come. Just allowed. Okay. This is no Munnar vehicle. ബിനീഷ് ആന്റണി ചേരുന്നു. ഇടുക്കി മൂന്നാറിൽ നിന്ന് ഊബർ ടാക്സി ഡ്രൈവറെ തടഞ്ഞു എന്നുള്ള പരാതി വന്നിരിക്കുന്നു. ആ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ബിനീഷ് ആന്റണി ചിത്രീകരിച്ച് അയച്ചു തന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് അതിൽ നിന്ന് ഒരു അസഭ്യ പ്രയോഗങ്ങളോ ആക്രമണ പ്രയോഗങ്ങളോ കേൾക്കുകയുണ്ടായില്ല. മറിച്ച് മാന്യമായ ഭാഷയിൽ സംസാരിക്കുന്നുവെന്നാണ് തോന്നുന്നത്. അതിനുശേഷം പിന്നീട് എന്തുണ്ടായി എന്നറിയേണ്ടിയിരിക്കുന്നു. ബിനീഷ് ആന്റണി. ധനേഷ്, ഇത് കാലകാലങ്ങളായി നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. യൂബർ ടാക്സി ഡ്രൈവർമാരും അതോടൊപ്പം തന്നെ പ്രാദേശിക ഡ്രൈവർമാരും തമ്മിൽ വാക്കുതർക്കം ഉടലെടുക്കുന്നത് പതിവ് കാഴ്ച തന്നെയാണ്. ഏതായാലും ഇതിൽ അസഭ്യവർഷമൊന്നും ഉണ്ടായിട്ടില്ല. മാന്യമായി തന്നെ പെരുമാറുകയായിരുന്നു എന്നാണ് ദൃശ്യങ്ങൾ മനസ്സിലാകുന്നത്. ഏതായാലും ഇവിടെ നിന്ന് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. യൂബർ ടാക്സി ഓടാൻ ഇവിടെ അനുമതിയില്ല. യൂബർ ടാക്സി ഓടുകയാണെങ്കിൽ ഞാൻ കൊച്ചിയിൽ പോയി ഓടിയാൽ മതി, ഇവിടെ വരേണ്ട ഒരു കാര്യമില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ പ്രാദേശിക ഡ്രൈവർമാർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് മുൻപും ഇത്തരത്തിൽ വലിയ തർക്കങ്ങൾ ഉടലെടുത്ത് അടിപിടിയിൽ തന്നെ കലാശിച്ചിരുന്നു. അന്നും ജില്ലാ ഭരണകൂടമടക്കം പോലീസ് അടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടെങ്കിലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഏതായാലും ഈ യൂബർ ടാക്സി ഡ്രൈവർ മൂന്നാറിൽ എത്തുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ വാഹനത്തിലുള്ള സഞ്ചാരികളെയാണ്. കാരണം അവിടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം അവര് യാതൊന്നും അറിയാതെ യൂബർ ടാക്സി വിളിച്ച് മൂന്നാറിലേക്ക് എത്തുന്നു. ഈ യൂബർ ടാക്സി ഡ്രൈവറും പ്രാദേശിക നേതൃത്വത്തിലുള്ള തർക്കം ഈ സഞ്ചാരികൾക്ക് അറിയുന്നില്ല. ഇവിടെ എത്തുമ്പോൾ വലിയ രീതിയിൽ തർക്കമുണ്ടാകുന്നു. സഞ്ചാരികൾ വാഹനത്തിൽ ഇത് ഭയപ്പെടുന്നു. അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾക്കിടയാക്കാം. ഇത് വിനോദസഞ്ചാരകരമായ മൂന്നാറിനെ വിപുലമായി വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇതിൽ കൃത്യമായ ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ പോലീസ് ഇടപെട്ട് അത്തരത്തിലൊരു ഇതിലൊരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ തർക്കങ്ങൾ പലപ്പോഴും വലിയ അടിപിടിയിൽ കലാശിക്കാനുള്ള ഒരു സാധ്യതയും ഏറെയാണ്. കാരണം ഇപ്പോൾ നിരവധി സഞ്ചാരികൾ മൂന്നാറിൽ എത്തുന്ന ഒരു സമയം കൂടിയാണ്. അത്തരത്തിൽ ഒരു പ്രശ്നം സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമ്പോൾ മൂന്നാറിലേക്ക് സഞ്ചാരികൾ വരാതെയാവും. അത്തരത്തിൽ വലിയ ഒരു ടൂറിസത്തിന് വലിയൊരു തിരിച്ചടി സമ്മാനിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന്
വ്യക്തമാകുന്നത്. ഈ ഡ്രൈവർമാർ പറയുന്നത് ഈ യൂബർ ടാക്സി ഡ്രൈവർമാർ മൂന്നാറിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ ഉപജീവനത്തെ ഇത് സാരമായി ബാധിക്കുന്നു. കാരണം മൂന്നാറിൽ നിന്ന് സഞ്ചാരികളെ വിശ്വസിച്ചാണ് ഇവിടെയുള്ള ടാക്സി ഡ്രൈവർമാരുള്ളത്. ഈ സഞ്ചാരികളെ ഇവിടെ നിന്ന് മൂന്നാറിന്റെ പല ഭാഗങ്ങളിലും കൊണ്ടുപോകുന്നത് ഇവിടുത്തെ പ്രാദേശിക ഡ്രൈവർമാരാണ്. തങ്ങളുടെ ആ ഉപജീവനം സാരമായി ബാധിക്കുന്നു. കാരണം ഓട്ടോ ഓടുന്ന തുച്ഛമായ പൈസയിൽ തന്നെയാണ് ഈ കാറിൽ യൂബർ ടാക്സിയിൽ ഈ മറ്റുള്ള സഞ്ചാര കേന്ദ്രങ്ങളിൽ യൂബർ ടാക്സി ഇത്തരം വിലക്കുറവിൽ ആളുകളെ കയറ്റിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഓട്ടം ലഭിക്കുന്നില്ല എന്നുള്ള പ്രധാന കാരണം ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ യൂബർ ടാക്സി ഡ്രൈവർമാർ പറയുന്നത് തങ്ങൾക്ക് അതിന്റെ ഉത്തരവുണ്ട്, തങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ഓടാനുള്ള ഉത്തരവ് തങ്ങളുടെ കയ്യിലുണ്ട്, തങ്ങൾക്ക് ഓടാം, ആ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇവർക്ക് തടയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് യൂബർ ടാക്സി ഡ്രൈവർമാരും വ്യക്തമാക്കുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഇവിടുത്തെ പോലീസും അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടവും കൃത്യമായ ഒരു നടപടി എടുക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഗണേഷ്, ശരി.